ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉറങ്ങുന്നതിന് മുൻപ് അഫർമേഷൻ പറഞ്ഞാൽ പണം ലഭിക്കുമോ എന്ന പലർക്കുമുള്ള ഒരു വലിയ സംശയത്തെക്കുറിച്ചാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും. ഉറങ്ങുന്നതിന് മുൻപ് ഈ വാക്കുകൾ പറഞ്ഞാൽ പണം വരും, രാത്രി അഫർമേഷൻ പറഞ്ഞാൽ സമ്പന്നരാകും എന്നൊക്കെ. പക്ഷേ ഇത് സത്യമാണോ? അതോ വെറും വിശ്വാസമോ? അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ശാസ്ത്രീയമായ എന്തെങ്കിലും കാരണമുണ്ടോ? ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മനുഷ്യന്റെ മനസ്സിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡ് അഥവാ ബോധപൂർവമായ മനസ്സ്. രണ്ടാമത് സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ അകമനസ്സ്. നമ്മൾ പകൽ സമയം ജോലി ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതലായി പ്രവർത്തിക്കുന്നത് കോൺഷ്യസ് മൈൻഡാണ്. പക്ഷേ ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം, അല്ലെങ്കിൽ ഉറക്കത്തിനും ജാഗ്രതയ്ക്കും ഇടയിലുള്ള സമയം, സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും ആക്റ്റീവായിരിക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വളരെ ആഴത്തിൽ പതിയുന്നത്. ഇവിടെയാണ് അഫർമേഷൻ എന്ന ആശയം വരുന്നത്. അഫർമേഷൻ എന്നത് നമ്മൾ സ്വയം വിശ്വസിക്കാനായി പോസിറ്റീവായ ചില വാക്യങ്ങൾ തുടർച്ചയായി ആവർത്തിച്ച് പറയുന്നതാണ്. ഉദാഹരണത്തിന്, പണം എളുപ്പത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു, എനിക്ക് പുതിയ വരുമാന മാർഗങ്ങൾ ലഭിക്കുന്നു, ഞാൻ സാമ്പത്തികമായി വളരുകയാണ്. ഇതൊക്കെ അഫർമേഷൻസ് ആണ്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി പറയാം. ഈ അഫർമേഷൻസ് പറഞ്ഞാൽ പണം ആകാശത്തിൽ നിന്ന് വീഴും, അല്ലെങ്കിൽ ലോട്ടറി അടിക്കും എന്നതൊന്നുമല്ല യാഥാർത്ഥ്യം. ആഫർമേഷൻ ഒരു മാജിക് സ്പെല്ലല്ല. പക്ഷേ ഇത് ചെയ്യുന്നത് നമ്മുടെ ചിന്താരീതിയെ മാറ്റുകയാണ്. നമ്മുടെ ചിന്ത മാറുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ മാറും. തീരുമാനങ്ങൾ മാറുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ മാറും. പ്രവൃത്തികൾ മാറുമ്പോൾ ജീവിത ഫലങ്ങൾ മാറും. പലർക്കും പണത്തെക്കുറിച്ച് അറിയാതെ തന്നെ നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ട്. എനിക്ക് പണം പിടിച്ചു നിൽക്കില്ല, ഞാൻ പാവമായിട്ടാണ് ജനിച്ചത്, പണം സമ്പന്നർക്കുള്ളതാണ്, ഇതുപോലുള്ള ചിന്തകൾ. ആഫർമേഷൻസ് ഈ ചിന്തകളെ പതുക്കെ മാറ്റാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഉറങ്ങുന്നതിന് മുൻപ് മനസ്സ് ശാന്തമായ അവസ്ഥയിൽ ആഫർമേഷൻ പറയുന്നത് നല്ലത്. ഫോൺ നോക്കിയും TV കണ്ടും സ്ട്രെസ്സുള്ള മനസ്സോടെ പറഞ്ഞാൽ അതിന് വലിയ ഫലമുണ്ടാക്കില്ല. കിടക്കയിൽ കിടന്ന് കണ്ണടച്ച് ശാന്തമായി വികാരത്തോടെയാണ് പറയേണ്ടത്. വികാരം വളരെ പ്രധാനമാണ്. വെറുതെ വായിച്ചാൽ പോരാ. പണം വന്നാൽ എനിക്കെങ്ങനെയിരിക്കും എന്ന് മനസ്സിൽ കാണണം. ഇതിനെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നു. വിഷ്വലൈസേഷൻ ചേർത്ത ആഫർമേഷൻ കൂടുതൽ ശക്തമാണ്. എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ഫലം കിട്ടണമെന്നില്ല. കാരണം ചിലർക്ക് സംശയമുണ്ടാകും. ഇതൊക്കെ പൊള്ളയല്ലേ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നവർക്ക് ഫലം കുറവായിരിക്കും. പൂർണ്ണമായി വിശ്വസിച്ച് തുടർച്ചയായി ചെയ്യുന്നവർക്കാണ് മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഒരു ദിവസം ചെയ്തു നിർത്തിയാൽ ഒന്നും സംഭവിക്കില്ല. കുറഞ്ഞത് 21 ദിവസം തുടർച്ചയായി ചെയ്യണം. ചിലർക്ക് 2 മുതൽ 3 മാസം വരെ വേണ്ടിവരും. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം, ആഫർമേഷൻ മാത്രം മതിയല്ല, പ്രവൃത്തി അതിനൊപ്പം വേണം. അഫർമേഷൻ ചെയ്താൽ അവസരങ്ങൾ മാജിക്കായി വരുമെന്നല്ല, പക്ഷെ മുമ്പ് കാണാതെ പോയ അവസരങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. ആത്മവിശ്വാസം കൂടും, ധൈര്യം കൂടും, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മനസ്സ് തയ്യാറാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് കൂടുതൽ ഫലം കാണാറുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ തേടാനുള്ള ധൈര്യം വരും. പണം കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിയും വളരും. ചെലവ് നിയന്ത്രിക്കാൻ മനസ്സ് പ്രേരിപ്പിക്കും. പക്ഷേ അലസമായിരുന്ന് അഫർമേഷൻ പറഞ്ഞാൽ മതിയല്ലോ എന്ന് കരുതുന്നവർക്ക് ഫലമുണ്ടാകില്ല. അഫർമേഷൻ ഒരു ടൂളാണ്, ഒരു ഷോർട്ട് കട്ടല്ല. ഇത് മൈൻഡ് സെറ്റ് മാറ്റാൻ സഹായിക്കുന്ന ഒരു മനഃശാസ്ത്ര ഉപകരണമാണ്. അവസാനം പറയാനുള്ളത് ഇതാണ്: അഫർമേഷൻ പണം നൽകുന്നില്ല, പക്ഷേ പണം നേടാൻ കഴിയുന്ന ഒരു മനസ്സ് നിങ്ങളിൽ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടെയും ക്ഷമയോടെയും ഇതുപയോഗിച്ചാൽ മാറ്റങ്ങൾ ഉറപ്പായും കാണും.